ഓം തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം 19. നിത്യാനന്ദ സ്വരൂപരെ സാദരം സാനന്ദം പ്രണാമം. എല്ലാവർക്കും സുഖശാന്തി നേരുന്നു. കഷ്ടങ്ങളുടെ കുലത്തിന് രാമബാണമായി രമ്യതയുടെ സാമ്രാജ്യത്തിലേക്കൊരു ആഹ്വാനമായി ശ്രീരാമരക്ഷാസ്തോത്രവും ശ്രീരാമനാമ സങ്കീർത്തനവും നടത്തേണ്ടതാണ്. ഒരു ധ്യാന ശ്ലോകം ശ്രദ്ധിച്ചാലും രാമരക്ഷാം പഠേത് പ്രാജ്ഞഃ പാപഘ്നിം സർവകാമദാം ശിരോ മേ രാഘവം പാതു ഫാലം ദശരഥാത്മജാം. ശാന്തി ശാന്തി ശാന്തി. സ്നേഹസ്വരൂപരെ, ലങ്കാകാണ്ഡത്തിലെ തീർത്ഥയാത്ര തുടരുകയാണ്. കുംഭകർണവധം. ഗാഠനിദ്രയിലാണ്ടിരുന്ന അനുജൻ കുംഭകർണനെ ഉണർത്തി. മഹോദരൻ, കബന്ധൻ തുടങ്ങിയ വീരസേനാ നായകന്മാരുടെ മരണവാർത്ത അറിയിച്ചു. കുംഭകർണൻ പ്രതിവചിച്ചു. സീതാപഹരണം നിന്ദ്യമാണ്, വംശത്തിന് തന്നെ അപമാനകരവുമാണ്. ഹനുമതാദി വാനരവീരന്മാർ പരിസേവിതനായ രാമചന്ദ്രനോട് മാപ്പപേക്ഷിക്കുക. വന്ധ്യയായ ജാനകിയെ തിരിച്ചു നൽകുക. ബ്രഹ്മാവിനും ശിവനും കൂടി ആരാധനായ രാമനെ മിത്രമാക്കുന്നതാണ് ഉചിതം. രാവണൻ വഴങ്ങിയില്ല സതുപദേശങ്ങളൊന്നും. ജ്യേഷ്ഠന്റെ ദുർനയത്തിൽ ദുഃഖിച്ചു. രാമന്റെ തൃക്കൈ കൊണ്ടുള്ള മരണം അഭികാമ്യമെന്ന് കുംഭകർണൻ ചിന്തിച്ചു. കുംഭകർണന്റെ കാൽ തൊട്ട് വന്ദിച്ചു. കുറ്റബോധത്തോട് വിഭീഷണൻ പറയുന്നു, സീതാപഹരണം നീചകൃത്യമാണ്, രാജാവിനും രാജ്യത്തിനും അപമാനമാണ് എന്ന് പറഞ്ഞതിനാണ് ജ്യേഷ്ഠൻ രാവണൻ എന്ന് അടിച്ചോടിച്ചത്, നാട് കടത്തിയത്. ധർമ്മനിഷ്ഠനും കാരുണ്യവാരിധിയുമായ രാമചന്ദ്രനെ ഞാൻ ശരണം പ്രാപിച്ചു, ശാന്തി നേടി. ധർമ്മനിഷ്ഠനായ വിഭീഷണൻ രാക്ഷസ വംശത്തിന് അലങ്കാരമാണ്. രാമനെ സംപ്രീതനാക്കി നീ ഈ വംശം നിലനിർത്തും, കുംഭകർണൻ പറഞ്ഞു. ജ്യേഷ്ഠന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങുകയും ചെയ്തു കുംഭകർണൻ. ഹനുമാന്റെ പ്രഹരമേറ്റ് കുംഭകർണൻ നിലംപതിച്ചു. വീണ്ടും ഊക്കോടുകൂടി യുദ്ധം തുടർന്നു. കുംഭകർണനെ സുഗ്രീവനും ഹനിക്കാൻ കഴിഞ്ഞില്ല. ശ്രീരാമന്റെ കരാള ബാണങ്ങളിലേറ്റ് കുംഭകർണൻ നിലംപതിച്ചു, മരിച്ചു. ആ തേജസ് രാമനിൽ വിലയം പ്രാപിച്ചു. അങ്ങനെ കുംഭകർണന്റെ ആത്മാവിനും സുഹൃതം ലഭിച്ചു. ദേവർഷി നാരദൻ
സ്തുതിഗീതങ്ങളുമായി രഘുരാമൻ്റെ മുന്നിലെത്തി അഭിനന്ദനങ്ങൾ അർപ്പിച്ചു. കുംഭകർണൻ്റെ പുത്രന്മാരായ കുംഭനും നികുംഭനും വധിക്കപ്പെട്ടു കഴിഞ്ഞു. അടുത്ത പ്രഭാതം യുദ്ധത്തിന് പോകുന്ന മേഘനാഥൻ അമ്മ മണ്ഡോദരിയോട് യാത്ര ചോദിച്ചപ്പോൾ വാത്സല്യാർദ്രമായ കണ്ണുനീരൊഴുക്കുകയാണ് ചെയ്തത് അമ്മ. രാക്ഷസവർഗത്തിൻ്റെ കാപട്യവും വഞ്ചനയും നിറഞ്ഞ യുദ്ധം കണ്ടിട്ട് ദേവന്മാർക്കും ഋഷീശ്വരന്മാർക്കും ഞെട്ടലുണ്ടായി. പരമാത്മസ്വരൂപനായ രാമൻ നാഗാസ്ത്രത്തിന് അടിമപ്പെട്ട് പ്രജ്ഞയേറ്റ് വീണു. സഹികെട്ട ജാമ്പവാൻ മേഘനാഥൻ്റെ ത്രിശൂലത്തെ കൈക്കലാക്കി വലിച്ചെറിഞ്ഞു. ലങ്കരാജാവിൻ്റെ മുമ്പിൽ അത് ചെന്ന് വീഴുകയും ചെയ്തു. രാവണൻ സ്തംഭിച്ചുപോയി. നാരദ മഹർഷിയുടെ നിയോഗത്താൽ വിഷ്ണു വാഹനമായ ഗരുഡൻ സർവത്ര ഉജ്ജ്വലകാന്തി പ്രസരിപ്പിച്ച് രാമപാദങ്ങളിൽ നമസ്കരിച്ചു. രണഭൂമിയെ ഒന്ന് വീക്ഷിച്ചു. നാഗാസ്ത്രങ്ങളെല്ലാം ഒഴിഞ്ഞു മാറി ഉന്മേഷചിത്തരായി രാമസേന യുദ്ധം തുടർന്നു. ഈശ്വര മാഹാത്മ്യം പ്രത്യക്ഷമായ പുണ്യമുഹൂർത്തമായിരുന്നു അത്. രാവണനെ വധിച്ചു. സീതയെ ഉടൻ മോചിപ്പിക്കും ഗരുഡൻ അനുഗ്രഹിച്ചു. വിഷ്ണു കീർത്തനങ്ങൾ ഉയർന്നു മുഖരിതമായി. അങ്ങനെ ഭീകര യുദ്ധത്തിൽ ഹനുമാൻ, അംഗദൻ, നീലൻ എന്നീ വാനരവീരന്മാർ, ധൂമ്രാക്ഷൻ, വജ്രദമസ്തൻ, പ്രഹസ്തൻ എന്നീ രാവണ വീരന്മാരെ യമപുരിക്കയച്ചു. ഈ വാർത്ത രാവണൻ ഞെട്ടലോടെ ശ്രവിച്ചു. രാവണപുത്രനായ അതികായൻ ഒറ്റയ്ക്ക് ലക്ഷ്മണനോട് ഏറ്റുമുട്ടി. ബ്രഹ്മാസ്ത്രത്താൽ അതികായൻ്റെ ശിരസ്സെടുത്തു. ത്രിശിരസിൻ്റെ 3 ശിരസ്സുകളും നിലം പതിച്ചു. രാവണൻ ഏകനാകുന്നു. മണ്ഡോദരി, ധന്യമാല എന്നിവർ വിങ്ങിപ്പൊട്ടി. ബുദ്ധി, ബലം, തന്ത്രം ഇവ 3 വേണം യുദ്ധവിജയത്തിന്. ബ്രഹ്മാവിൽ നിന്ന് പല ദിവ്യാസ്ത്രങ്ങളും നേടിക്കഴിഞ്ഞിരുന്ന മേഘനാഥൻ അജയ്യതയുടെ വരദാനത്തിനായി നികുംഭിലയിൽ ഹോമം ആരംഭിച്ചു. അത് വിജയിച്ചാൽ അജയ്യനാകും. ഈ വിവരം വിഭീഷണൻ രാമനെ അറിയിച്ചു. ആ ഹോമം മുടക്കാൻ രാമൻ ലക്ഷ്മണ, അംഗദ, സുഗ്രീവന്മാരെ ചുമതലപ്പെടുത്തി. ലക്ഷ്മണൻ രാമസ്മൃതിയോടെ തൊടുത്ത ഐന്ദ്രാസ്ത്രം രാവണപുത്രന്റെ ശിരസ്സെടുത്തു. മേഘനാഥ പത്നി സുലോചനയും അമ്മമാരായ മണ്ഡോദരിയും ധന്യമാലയും അസീമമായ ദുഃഖത്തിൻ്റെ കണ്ണുനീരൊഴുക്കി. ലങ്കേശന്റെ ഭോഗാസക്തിയുടെ
തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീജനങ്ങൾ. ആ രംഗം കണ്ട് ഹനുമാൻ ഇങ്ങനെ വാർത്തയ്ക്കുണ്ടായി. ലങ്കയുടെ അഭിമാനഭാജനവും ശൂരപരാക്രമിയും സർവോപരി പിതൃഭക്തനുമായ മേഘനാഥന് ജന്മം നൽകാൻ കഴിഞ്ഞ അമ്മേ, നിങ്ങൾ ധന്യയാണ്. സുലോചനയുടെ വൈധവ്യം മണ്ഡോദരിയെ ഏറ്റവും അധികം ദുഃഖിപ്പിച്ചു. മേഘനാഥവധം നിർവഹിച്ച് കൃതാർത്ഥനായി സമീപമെത്തിയ ലക്ഷ്മണനെ പുണർന്നുകൊണ്ട് രാമൻ പറഞ്ഞു, അത്ഭുത വരശുദ്ധിയും വീരതയുമുള്ള മേഘനാഥനെ വധിച്ച് ധർമ്മരക്ഷ ചെയ്യുവാൻ സാധിച്ചത് ഈശ്വരകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗളസതാനി.